ഹായ് ഓൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? കെമിക്കൽ ചേഞ്ചസിൻ്റെ എക്സാമ്പിളാണ്. ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ അടുത്ത ഒരു എക്സാമ്പിളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കെമിക്കൽ ചേഞ്ചസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളാണ് മാച്ച് ബോക്സ്, മഗ്നീഷ്യം റിബൺ, സാൻഡ് പേപ്പർ. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, സാൻഡ് പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യുക, മഗ്നീഷ്യം റിബൺ നന്നായിട്ട് റബ്ബ് ചെയ്യുക. എന്നിട്ട് ആ മഗ്നീഷ്യം റിബൺ ക്ലീൻ ആവുന്നത് വരെ സാൻഡ് പേപ്പർ വെച്ചിട്ട് റബ്ബ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ആ മഗ്നീഷ്യം റിബൺ എന്ത് ചെയ്യുക, ഒരു മാച്ച് സ്റ്റിക്കിൽ വെച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, കത്തിക്കുക. അപ്പോൾ ആ കത്തിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചേഞ്ചാണ് വരുന്നത് എന്നാണ് നോക്കേണ്ടത്. എന്ത് ചേഞ്ചാണ് വരുന്നത്? അവിടെ ഒരു ബ്രൈറ്റ് ലൈറ്റും ഫോം ചെയ്യും, അതുപോലെ തന്നെ ഹീറ്റും റിലീസ് ചെയ്യും. അതാണ് മഗ്നീഷ്യം റിബൺ കത്തിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് ആ ബ്രൈറ്റ് ലൈറ്റ് ഫോം ചെയ്യുന്നത്? അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ബ്രൈറ്റ് ലൈറ്റും ഫോം ചെയ്യും, അതുപോലെ തന്നെ എന്തും ഫോം ചെയ്യും, ഹീറ്റും ഫോം ചെയ്യും. ഇനി അടുത്തത്, വെറി ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ് ഇൻ ബോത്ത് എക്സ്പെരിമെൻറ്റ്സ് യു ഹാവ് ഡൺ. നമ്മളിപ്പം 2 എക്സ്പെരിമെൻറ്റ് ചെയ്തു, അതിൽ രണ്ടിലും പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നില്ലേ? ഉണ്ട്. ദേ കാൺ ബി ചേഞ്ച്ഡ് ബാക്ക് ഇൻ ടു ഒറിജിനൽ സബ്സ്റ്റൻസ്. അപ്പോൾ ഈ 2 എക്സ്പെരിമെൻറ്റിലാണെങ്കിലും നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? ഒറിജിനൽ സബ്സ്റ്റൻസിലേക്ക് തന്നെ മാറ്റാൻ പറ്റില്ല, ഒറിജിനൽ സബ്സ്റ്റൻസ് ആക്കി മാറ്റാൻ പറ്റില്ല. ദെർഫോർ ദീസ് ചേഞ്ചസ് ആർ പെർമനൻറ്റ് ചേഞ്ചസ്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചേഞ്ചസ് ആണ്? പെർമനൻറ്റ് ചേഞ്ചസ് ആണ്. സച്ച് ചേഞ്ചസ് ആർ കെമിക്കൽ ചേഞ്ചസ്. ഇങ്ങനെയുള്ള പെർമനൻറ്റ് ചേഞ്ചസിനെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇൻ കെമിക്കൽ ചേഞ്ചസ് ആൾസോ എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ്. കെമിക്കൽ ചേഞ്ചസിലും എന്ത് നടക്കുന്നുണ്ട്? ഒന്നെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിക്കൽ ചേഞ്ചസ്? എന്തൊക്കെയാണ് കെമിക്കൽ ചേഞ്ചസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പിന്നെ കെമിക്കൽ ചേഞ്ച് ഓക്കർ, ദി കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് ദി സബ്സ്റ്റൻസ് ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് നടക്കുന്ന സമയത്ത് കെമിക്കൽ പ്രോപ്പർട്ടി, ആ ഒരു വസ്തുവിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ചേഞ്ച് ആവുന്നുണ്ട്. ആൻഡ് ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ്. അങ്ങനെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ എനർജി ഈസ് യൂഷ്വലി അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ് വെൻ സച്ച് എ ചേഞ്ച് ഓക്കർ. ഇങ്ങനെയുള്ളൊരു ചേഞ്ച് നടക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത്, കെമിക്കൽ ചേഞ്ചസ് ആർ പെർമനൻറ്റ് ചേഞ്ചസ്. കെമിക്കൽ ചേഞ്ചസ് എങ്ങനെയുള്ളതാണ്? പെർമനൻറ്റ് ചേഞ്ചസ് ആണ്. ഇനി അടുത്തത്, യു ഹാവ് അണ്ടർസ്റ്റുഡ് ദി മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഓൺ ഹീറ്റിംഗ് വാക്സ് ആൻഡ് ഷുഗർ. ഡിസ്കസ് ആൻഡ് ടാബുലേറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ചസും അതുപോലെ തന്നെ കെമിക്കൽ ചേഞ്ചസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ബോക്സിൽ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഡിഫറൻസ് നോക്കാം. എന്തൊക്കെയാണ് ചേഞ്ചസ്? ഫിസിക്കൽ ചേഞ്ചസും ഉണ്ട്, കെമിക്കൽ ചേഞ്ചസും ഉണ്ട്. ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഭൗതിക മാറ്റം, കെമിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ രാസമാറ്റം. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഏതൊക്കെ ഫിസിക്കൽ ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? അത് ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് സബ്സ്റ്റൻസ് ചേഞ്ച്. ആ ഒരു സബ്സ്റ്റൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ചേഞ്ച് ആവുമെന്നാണ് പറയുന്നത്. കെമിക്കൽ ചേഞ്ചസിൽ എന്താ പറയുന്നത്? ദി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് സബ്സ്റ്റൻസ് ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടിയും ചേഞ്ച് ചെയ്യും, കെമിക്കൽ പ്രോപ്പർട്ടിയും ചേഞ്ച് ചെയ്യും. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടി മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ, കെമിക്കൽ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യില്ല. കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പം ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും ആ സബ്സ്റ്റൻസിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യും. ഇത്രയും മനസ്സിലായില്ലേ? എ ന്യൂ സബ്സ്റ്റൻസ് ഈസ് നോട്ട് ഫോംഡ്. ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നില്ല, പക്ഷേ കെമിക്കൽ ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? എ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. ഫിസിക്കൽ ചേഞ്ചിൽ ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നില്ല, പക്ഷേ കെമിക്കൽ ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ എ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. ഇനി അടുത്ത ഡിഫറൻസ് എന്താ പറയാം? ദി ചേഞ്ച് ഈസ് യൂഷ്വലി റിവേഴ്സിബിൾ. ഇവിടെയുള്ള ചേഞ്ച് എന്താണ്? റിവേഴ്സിബിൾ ആണ്. പക്ഷേ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇറിവേഴ്സിബിൾ ആണ്. അത് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോവില്ല. അപ്പോൾ ദി ചേഞ്ച് ഈസ് യൂഷ്വലി ഇറിവേഴ്സിബിൾ. ഇനി അടുത്ത എന്ത് പറയാം? മാസ് റിമെയിൻസ് ദി സെയിം. മാസ് റിമെയിൻസ് ദി സെയിം, അതായത് ആ ഒരു സബ്സ്റ്റൻസിന് മാറ്റമൊന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ മാസ് റിമെയിൻസ് ദി സെയിം. പക്ഷേ ഇവിടെ എന്താണ്? മാസ് ചേഞ്ചസ്, അവിടെ സബ്സ്റ്റൻസിന് മാറ്റം വരുന്നുണ്ട്. അടുത്തത് പറയാൻ പോകുന്നത് കെമിക്കൽ ചേഞ്ച് ഇൻ ഡെയിലി ലൈഫ്. ഡെയിലി ലൈഫിൽ നടക്കുന്ന കെമിക്കൽ ചേഞ്ചസ് ഏതൊക്കെയെന്നാണ്. മെനി കെമിക്കൽ ചേഞ്ചസ് ഒക്കർ ഇൻ ഡെയിലി ഇൻ നേച്ചർ. നമ്മുടെ നേച്ചറിൽ നിത്യവും കെമിക്കൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. വി മേക്ക് യൂസ് ഓഫ് മെനി ഓഫ് ദീസ് ചേഞ്ചസ് ഇൻ അവർ ഡെയിലി ലൈഫ്സ്. അതുകൊണ്ട് ഈ ചേഞ്ച് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഷാൾ വി ഡിസ്കസ് സച്ച് എക്സ്പീരിയൻസ്? നമുക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഡിസ്കസ് ചെയ്താലോ എന്നാണ് പറയുന്നത്. ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എ മാംഗോ ഹാസ് റൈപ്പൻഡ്? ഒരു മാംഗോ പഴുത്തു എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ദി റൈപ്പനിങ് ഓഫ് മാംഗോ ഇൻവോൾവ്സ് കെമിക്കൽ ചേഞ്ചസ്. അപ്പോൾ ഈ റൈപ്പനിങ്, മാങ്ങ പഴുക്കുന്ന സമയത്ത് അവിടെ കെമിക്കൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഹൗ ഈസ് മിൽക്ക് കൺവേർട്ടഡ് ടു കേർഡ്? എങ്ങനെയാണ് മിൽക്ക്, പാല് തൈരായിട്ട് മാറുന്നത്? അവിടെയും എന്ത് നടക്കുന്നുണ്ട്? ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ട്. സം കെമിക്കൽ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ഡെയിലി ലൈഫ് ആർ ഗിവൺ ബിലോ. നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ചില കെമിക്കൽ ചേഞ്ചസ് താഴെ തന്നിരിക്കുന്നുണ്ട്, അതൊന്ന് വായിക്കാം. ഡൈജഷൻ ഓഫ് ഫുഡ് ഡൈജഷൻ ചെയ്യുക, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫുഡ് ദഹിക്കുക. അടുത്തതാണിത് വെർഡിഗ്രീസ് ഓൺ കോപ്പർ വെസൽസ്. അടുത്തത് റെസ്റ്റിംഗ് ഓഫ് അയേൺ. അടുത്തത് സോറിംഗ് ഓഫ് കേർഡ്, ബേണിംഗ് ഓഫ് സ്പാർക്ലേഴ്സ്, കുക്കിംഗ് ഓഫ് ഫുഡ്, കളർ ചേഞ്ച് ഓഫ് സ്ലൈസ്ഡ് ആപ്പിൾ, ഡീകമ്പോസിഷൻ ഓഫ് വേസ്റ്റ്. ഡൈജഷൻ ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം ദഹിക്കുക, അതൊരു കെമിക്കൽ ചേഞ്ചാണ്.
ഇനി അടുത്തത് എന്താ ഡിഗ്രീസ് ഓൺ കോപ്പർ വെസൽസ്. കോപ്പർ വെസൽസിൽ വെർഡിഗ്രീസ് ഫോം ചെയ്യുക. വെർഡിഗ്രീസ് എന്ന് പറഞ്ഞാൽ ക്ലാവ് ഉണ്ടാവില്ലേ, കോപ്പർ പാത്രത്തിന് മേലെ ഒരു പച്ച കളർ വരുന്ന അതാണ് എന്ത്, ക്ലാവ്. അങ്ങനെ ക്ലാവ് ഫോം ചെയ്യുക. അതുപോലെ റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പ് പിടിക്കുക. സോറിങ് ഓഫ് കേർഡ്, പാല് തൈരായിട്ട് മാറുക. അടുത്തത് ബേണിംഗ് ഓഫ് സ്പാർക്ലേഴ്സ്. ബേണിംഗ് ഓഫ് പൂത്തിരി കത്തിക്കൂലേ, അതാണ് സ്പാർക്ലേഴ്സ്. അടുത്തത് കുക്കിംഗ് ഓഫ് ഫുഡ്, ഭക്ഷണം കുക്ക് ചെയ്യുക. കളർ ചേഞ്ച് ഓഫ് സ്ലൈസ്ഡ് ആപ്പിൾ, സ്ലൈസ് നമ്മൾ മുറിച്ച് വെച്ച ആപ്പിളിൻ്റെ കളറ് മാറുക. അതുപോലെ തന്നെ ഡീകമ്പോസിഷൻ ഓഫ് വേസ്റ്റ് ഡീകമ്പോസിഷൻ നടക്കുക. ഇതൊക്കെ കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. ഇത് പറയുകയാണ് എമംഗ് ദീസ് ദർ ആർ കെമിക്കൽ ചേഞ്ചസ് ദാറ്റ് ആർ യൂസ്ഫുൾ ആൻഡ് നോട്ട് യൂസ്ഫുൾ ഫോർ അസ്. ഈ കെമിക്കൽ ചേഞ്ചസിൽ നമുക്ക് ഉപകാരപ്പെടുന്നതും നമുക്ക് ഉപകാരമില്ലാത്തതുമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. ടാബുലേറ്റ് ആൻഡ് പ്രസൻറ്റ് ദം ഇൻ ദി ക്ലാസ്. അത് എന്ത് ചെയ്യുക, ടാബുലേറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ അത് അവതരിപ്പിക്കുക എന്നാണ് പറയുന്നത്. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ ചേഞ്ചസ് ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. അതുപോലെ തന്നെ കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്തുക കെമിക്കൽ ചേഞ്ചസിനുള്ള, എന്നിട്ട് നിങ്ങളുടെ ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് ഉപകാരമുള്ള കെമിക്കൽ ചേഞ്ചസ്, ഏതൊക്കെ നമുക്ക് പറയാം. ഉപകാരപ്പെടുന്ന കെമിക്കൽ ചേഞ്ചസ് ആണ് ഇത്. ഡൈജഷൻ ഓഫ് ഫുഡ്, അതുപോലെ തന്നെ പിന്നെ ഏത് പറയാം, സോറിങ് ഓഫ് കേർഡ്, അതുപോലെ തന്നെ ബേണിംഗ് ഓഫ് സ്പാർക്ലേഴ്സ്. അടുത്തത് എന്ത് പറയാം, ഡീകമ്പോസിഷൻ ഓഫ് വേസ്റ്റ്. ഇത് അടുത്തത് കുക്കിംഗ് ഓഫ് ഫുഡ്. ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് ഉപകാരപ്പെടാത്ത കെമിക്കൽ ചേഞ്ചസ് ആണ് ഇത്. വെർഡിഗ്രീസ് ഓൺ കോപ്പർ വെസൽസ്, അടുത്തത് റസ്റ്റിംഗ് ഓഫ് അയൺ, അടുത്തത് എന്താ, കളർ ചേഞ്ച് ഓഫ് സ്ലൈസ്ഡ് ആപ്പിൾ. ഇതൊക്കെ നോട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇനി അടുത്തത് ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ ചേഞ്ചസ് ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. ഇതുപോലെയുള്ള കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്താനാണ് പറയുന്നത്. നമുക്ക് ഏതൊക്കെ പറയാം. അടുത്ത എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം, റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് പഴുക്കുന്ന സമയത്ത് അവിടെ കെമിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ട്. അടുത്തത് ബേണിംഗ് ഓഫ് വെൽസ്. ബേണിംഗ് ഓഫ് വെൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെട്രോൾ, ഡീസൽ, അതുപോലെ തന്നെ LPG ഇതൊക്കെ ബേൺ ചെയ്യുന്ന സമയത്ത് അവിടെ കെമിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ട്. അടുത്തത് എന്താ, ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസ്. അടുത്തത് എന്ത് പറയാം, നിങ്ങൾ സിമെൻറ്റ് സെറ്റ് ചെയ്യുന്ന കണ്ടില്ലേ, അപ്പോൾ അവിടെ എന്ത് നടക്കുന്നുണ്ട്, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് സിമെൻറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഹാർഡാകുന്നത്. അപ്പോൾ സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്. അടുത്തത് എന്ത് പറയാം, ബേക്കിംഗ് ബ്രെഡ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് നടക്കുന്നുണ്ട്, കെമിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ട്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്, പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് എന്ത് പറയാം, ബേണിംഗ് ഓഫ് ക്യാൻഡിൽ ബേൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ പുതിയതായിട്ട് നമുക്ക് പറയാം. അടുത്തത് എന്ത് പറയാം, കുക്കിംഗ് ഓഫ് എഗ്ഗ്. നമ്മൾ എഗ്ഗ് കുക്ക് ചെയ്യുന്ന സമയത്ത് എഗ്ഗിലുള്ള പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ പെർമനൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് എഗ്ഗ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത്. അടുത്തത് ചോദിക്കുകയാണ്, ക്യാൻ വി കൺട്രോൾ ദി കെമിക്കൽ ചേഞ്ചസ് ദാറ്റ് ആർ നോട്ട് യൂസ്ഫുൾ ടു അസ്. എന്താ ആൻസർ, എന്ത് പറയാം നമുക്ക്, യെസ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കെമിക്കൽ ചേഞ്ചസ് വരുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വാട്ട് ഡു വി യൂഷ്വലി ഡു ടു പ്രിവെൻറ്റ് റസ്റ്റിംഗ് ഓഫ് അയൺ. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് തടയാൻ നമ്മൾ എന്താണ് ചെയ്യൽ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യൽ. ഹാവിൻ യു നോട്ടീസ്ഡ് ദാറ്റ് അയൺ പാൻസ് ആർ യൂഷ്വലി ഗ്രീസ്ഡ് വിത്ത് ഓയിൽ. അപ്പോൾ നിങ്ങളെപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ, അയൺ പാൻസ് ഓയിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്രീസ് ചെയ്യുന്നത് നിങ്ങളെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ. ഫൈൻഡ് അതർ മെത്തേഡ്സ് ലൈക്ക് ദീസ് ദാറ്റ് ആർ ബീയിങ് യൂസ്ഡ് ടു കൺട്രോൾ കെമിക്കൽ ചേഞ്ചസ്. അപ്പോൾ ഇതുപോലെയുള്ള കെമിക്കൽ ചേഞ്ചസ് തടയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് എഴുതാൻ പറഞ്ഞത്. നമുക്ക് എന്തൊക്കെ പറയാം, അപ്ലൈയിങ് ഓയിൽ ഓർ ഗ്രീസ്. അത് നേരത്തെ പറഞ്ഞു, എന്തൊക്കെ അപ്ലൈ ചെയ്യാം, നമുക്ക് ഓയിലോ ഗ്രീസോ അപ്ലൈ ചെയ്യാം. അതെന്ത് ചെയ്യും, അയണിൻ്റെ മേലെ എന്തുണ്ടാക്കും, ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഗ്രീസ് ഉള്ളത് കാരണം തന്നെ അയണും എയറും മോയ്സ്ചറും തമ്മിൽ കോണ്ടാക്റ്റ് വരില്ല. അത് കാരണം അവിടെ എന്തുണ്ടാവില്ല, അറസ്റ്റിംഗ് ഓഫ് അയൺ ഉണ്ടാവില്ല. ഇനി അടുത്തത് പെയിൻറ്റിങ് കൊടുക്കുക എന്ന് പറയുമ്പോൾ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ വാട്ടറും അതുപോലെ തന്നെ മെറ്റൽ സർഫസും തമ്മിലുള്ള കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. വാട്ടറും ഓക്സിജനും മെറ്റൽ സർഫസിൽ പോയിട്ട് കോണ്ടാക്റ്റ് ചെയ്യൂല. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അറസ്റ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാം. ഇനി അടുത്തതാണെന്ത്, ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ അയൺ വെച്ചിട്ട് എന്ത് ചെയ്യുക, അയൺ എന്ത് വെച്ചിട്ട് കോട്ട് ചെയ്യുക, സിങ്ക് വെച്ചിട്ട് കോട്ട് ചെയ്യുക. അങ്ങനെ കോട്ട് ചെയ്ത് കഴിഞ്ഞാലും എന്ത് നമുക്ക് തടയാം, റസ്റ്റിംഗ് തടയാം. അടുത്തതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ, ഇപ്പോൾ അയൺ എന്ത് ചെയ്യുക, നമ്മൾ വേറൊരു മെറ്റൽ വെച്ചിട്ട് കോട്ട് ചെയ്യുക. ഇപ്പോൾ ക്രോമിയം, നിക്കലൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോട്ട് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് യൂസിങ് റസ്റ്റ് പ്രൂഫ് അലോയ്സ് ആണ് ഏതൊക്കെ, റസ്റ്റിന്ന് തടയുന്ന അലോയ്സ് ആണ് ഏതൊക്കെ, സ്റ്റെയിൻലെസ് സ്റ്റീൽ. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളതിനെ കോട്ട് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, സ്റ്റോറിങ് ഇൻ ഡ്രൈ പ്ലേസ്. അതായത് ഈർപ്പൊന്നുമില്ലാത്ത, മോയ്സ്ചറൊന്നുമില്ലാത്ത നല്ല
ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കുക. അങ്ങനെ ആകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയൺ തുരുമ്പ് പിടിക്കുന്നത് തടയാൻ പറ്റും. അടുത്തത് റസ്റ്റ്. തുരുമ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം ഒരു ഗേറ്റ് തുരുമ്പ് പിടിച്ച് കിടക്കുന്നത്. അപ്പം റസ്റ്റ് ഈസ് ഫോംഡ് ബൈ ദി റിയാക്ഷൻ ഓഫ് അയൺ വിത്ത് മോയ്സ്ചർ ആൻഡ് ഓക്സിജൻ ഇൻ ദി എയർ. റസ്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നമ്മുടെ ഓക്സിജനും അതുപോലെ തന്നെ മോയ്സ്ചറും എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? അയണായിട്ട്, ഇരുമ്പുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്താണ് എന്ത് ഫോം ചെയ്യുന്നത്? റസ്റ്റ്, തുരുമ്പ് ഫോം ചെയ്യുന്നത്. റസ്റ്റിംഗ് ഓഫ് അയൺ ഒബ്ജക്ട്സ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഗ്രീസിങ് ദം വിത്ത് ഓയിൽ ഓർ ബൈ പെയിൻറ്റിങ്. നമുക്ക് റസ്റ്റിംഗ് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രീസിങ് ചെയ്യുക ഓയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മേലെ പെയിൻ്റ് അടിക്കുക. ബൈ ഡൂയിങ് ദീസ് ദി കോൺടാക്ട് ഓഫ് അയൺ വിത്ത് എയർ ഈസ് പ്രിവെൻറ്റഡ്. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ ഗ്രീസ് വെച്ചിട്ട് അയണിൻ്റെ മേലെ ഗ്രീസ് ആക്കി, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, അയണിൻ്റെ മേലെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു. പക്ഷേ അപ്പോൾ എന്ത് കുറയുന്നുണ്ട്? അയണും അതുപോലെ തന്നെ എയറും തമ്മിലുള്ള കോൺടാക്റ്റ് നമുക്ക് തടയാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരുമ്പ് തുരുമ്പാവുന്നതും തടയാൻ പറ്റും. ഇനി അടുത്തത്, സ്പോയിലേജ് ഓഫ് ഫുഡ് ഐറ്റംസ് ഈസ് ഡ്യൂ ടു കെമിക്കൽ ചേഞ്ചസ് കോസ്ഡ് ബൈ ദി ആക്ഷൻ ഓഫ് ബാക്ടീരിയ. ഇതുപോലെ തന്നെ അയണ് തുരുമ്പാവുന്നത് പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഭക്ഷണം കേടായി പോകുന്നത് എന്ത് കാരണമാണ്? കെമിക്കൽ ചേഞ്ച് നടക്കുന്നത് കാരണമാണ്. ഈ കെമിക്കൽ ചേഞ്ച് ഉണ്ടാക്കുന്നത് ആരാണ്? ബാക്ടീരിയ ഉണ്ടാക്കുന്ന കെമിക്കൽ ചേഞ്ച് കാരണമാണ് എന്ത് ഫുഡ് കേടായി പോകുന്നത്. വാട്ട് ഈസ് യൂഷ്വലി ഡൺ അറ്റ് ഹോം ടു പ്രിവെൻറ്റ് ദിസ്? നമ്മൾ നമ്മുടെ വീട്ടിൽ എന്താ ചെയ്യൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോറിങ് ഇൻ എ റെഫ്രിജറേറ്റർ. നമ്മൾ എന്ത് ചെയ്യും? ഒരു റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഫുഡ് ഐറ്റംസ് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെയ്യുന്നതാണ് എന്ത്? സ്റ്റോറിങ് ഇൻ റെഫ്രിജറേറ്റർ നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യും? ഡ്രൈയിങ്. നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് നന്നായിട്ട് ഉണക്കിയിട്ട് വെക്കും. അതിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് ഒക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഉണക്കി വെച്ചാൽ അവിടെ ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ടാവില്ല. അപ്പോൾ എന്തുണ്ടാവില്ല? ബാക്ടീരിയൽ ആക്ടിവിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ഫുഡ് കേടായി പോവില്ല. ഇനി അടുത്തതാണ് എന്ത്? ആഡിങ് സോൾട്ട് ഓർ ഷുഗർ. അതിലെന്ത് ചെയ്യും? സോൾട്ടോ അല്ലെങ്കിൽ ഷുഗറോ ആഡ് ചെയ്യും. എന്തായിട്ട്? പ്രിസർവേറ്റീവായിട്ട്. അപ്പോൾ ഈ സോൾട്ടൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് തടയും. സോൾട്ടൊക്കെ ബാക്ടീരിയൽ ഗ്രോത്ത് തടയും. അടുത്തതാണ് എന്ത്? പിക്ലിങ്. പിക്ലിങ് എന്ന് പറഞ്ഞാൽ ഓയിലും അതുപോലെ തന്നെ വേറെ സ്പൈസസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഫുഡിനെ അച്ചാറിട്ട് വെക്കൂലേ, അങ്ങനെ വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും എന്ത് നമുക്ക് തടയാൻ പറ്റും? ബാക്ടീരിയൻ്റെ ഗ്രോത്ത് തടയാൻ പറ്റും. അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ച് നമുക്ക് തടയാൻ പറ്റും. അടുത്തതാണ് ബോയിലിംഗ് ഓർ ഹീറ്റിംഗ്. നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ബോയിൽ ചെയ്യുക അല്ലെങ്കിൽ നന്നായിട്ട് ചൂടാക്കുന്ന സമയത്ത് ഹാംഫുൾ ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ പറ്റും. അടുത്തത് കീപ്പിംഗ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നർ. അതായത് എയറും അതുപോലെ തന്നെ മോയ്സ്ചറൊന്നും കടക്കാത്ത നല്ല ടൈറ്റായിട്ട് കണ്ടെയ്നറിൽ വെക്കുക. നിങ്ങൾ അങ്ങനെ വെക്കലില്ലേ വീട്ടിൽ? നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തടയാൻ പറ്റും? നമ്മുടെ ഭക്ഷണം കേടാവുന്നത് തടയാൻ പറ്റും.